കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചുപൂട്ടലിലേക്ക് 6 വർഷം കൊണ്ട് ആശുപത്രി അടച്ചുപൂട്ടി പൂർണ്ണമായും ഗവേഷണ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നീക്കം. ആശുപത്രിയുടെ നഷ്ടം 72 കോടിയായെന്ന് ചൂണ്ടിക്കാട്ടി ചികിത്സാ ചെലവുകൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രോഗികൾക്ക് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുന്ന കേരളത്തിലെ ദേശീയ സ്ഥാപനമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനത്തിനാണ് താഴ് വീഴുമെന്ന ആശങ്ക ഉയർന്നത്. ആശുപത്രി 72 കോടി രൂപ നഷ്ടത്തിലാണെന്നും ആശുപത്രിയുടെ പ്രവർത്തനത്തിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഇനി പണം അനുവദിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടി ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ആശാ കിഷോർ കുറിപ്പ് നൽകി. ഗവേഷണ വികസന പ്രവർത്തനങ്ങളുടെ മൂലധന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 2005-ൽ കേന്ദ്ര സർക്കാർ 600 കോടി രൂപ അനുവദിച്ചെന്ന് ഡയറക്ടർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ 370 കോടി രൂപ ആശുപത്രി നടത്തിപ്പിന് മാത്രം ഉപയോഗിച്ചു. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ 6 വർഷം കൊണ്ട് ഈ പണം തീരുമെന്നാണ് ഡയറക്ടർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ആശുപത്രിയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായി തീർന്നിരിക്കുന്നു എന്നാണ് ഡയറക്ടർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീചിത്രയിലെ OP, IP നിരക്കുകൾ കുത്തനെ കൂട്ടി. MRI സ്കാൻ നിരക്ക് 1200 രൂപയിൽ നിന്ന് 6500 രൂപയാക്കി. ആൻജിയോഗ്രാമിന് 6000-ൽ നിന്ന് 16000 രൂപയാക്കി ഉയർത്തി. ഹൃദയ വാൽവ് മാറ്റിവെക്കലിന് 74,800 രൂപ ഉണ്ടായിരുന്നത് 2,12,000 രൂപയാക്കി ഉയർത്തി. ഇതിനു പുറമെ 50,000 രൂപ വാൽവിന്റെ വിലയായി അധികം നൽകണം. ഹൃദ്രോഗത്തിനും തലച്ചോറ് സംബന്ധമായ അസുഖത്തിനും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന മെച്ചപ്പെട്ട ചികിത്സയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. അതേസമയം ഗുരുതരമായ ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നതിൽ സംസ്ഥാന സർക്കാരോ കേരളത്തിൽ നിന്നുള്ള MP-മാരോ താല്പര്യം കാട്ടുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നു. ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഇന്ത്യക്ക് തന്നെ മാതൃകയായ ദേശീയ സ്ഥാപനമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചുപൂട്ടുന്നതിനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും ഗുരുതരമായ പ്രശ്നത്തോട് സംസ്ഥാന സർക്കാർ പുലർത്തുന്ന അലംഭാവമാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ക്യാമറാമാൻ കാജ ഹുസൈനൊപ്പം ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.